ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ എക്കണോമിക്സ് പ്ലസ് ടു കോമേഴ്സുമായി ബന്ധപ്പെട്ട് എക്കണോമിക്സിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്കണോമിക്സ് എന്താണ്, എത്ര അതിൻ്റെ ബ്രാഞ്ചസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മെയിൻ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക് ആക്ടിവിറ്റീസ് ഓഫ് എക്കണോമി. ഒരു എക്കണോമിയുടെ ബേസിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റുകൾ, 4 ആക്ടിവിറ്റീസ് ആണ് സാധാരണ ഒരു നോർമലി ഒരു എക്കണോമിയുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ പറയാനുള്ളത്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ. എന്താണ് പ്രൊഡക്ഷൻ? സാധാരണ നമുക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ടാൻജിബിൾ അസറ്റ് ആയാലും ഇൻടാൻജിബിൾ അസറ്റ് ആയാലും ഒരു കൺസംഷന് വേണ്ടി അല്ലെങ്കിൽ ഉപയോഗത്തിന് വേണ്ടി എന്ത് തന്നെ ഉൽപ്പാദിപ്പിച്ചാലും ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലി പ്രൊഡക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ഒരു ബേസിക് എക്കണോമിയുടെ ബേസിക് ആക്ടിവിറ്റി ആയിട്ട് നമ്പർ 1 ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ തന്നെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? നമ്പർ 2 കൺസംഷൻ. കൺസംഷൻ ദാറ്റ് ഈസ് ആഫ്റ്റർ പ്രൊഡ്യൂസിങ്, ദാറ്റ് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ ഗുഡ്സ് ആരാണോ യൂസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ആവാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ആവാം. അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലി കൺസംഷൻ എന്ന് പറയുന്നത്. സോ ഇതിന് നമ്മുടെ ബേസിക് ആക്ടിവിറ്റിയിലെ രണ്ടാമത്തതാണ് കൺസംഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് മൂന്നാമത്തെ എന്താ പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ്. മൂന്നാമത്തെ മീൻസ് ഇൻവെസ്റ്റ്മെന്റ്. എന്താ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് നമ്മളുടെ പ്രൊഡക്ഷന് വേണ്ടി, അതായത് ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും പ്രൊഡക്ഷനിലോട്ട് എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഇങ്ങനെ നമ്മൾ നാളത്തേക്ക് വേണ്ടി, ദാറ്റ് ഈസ് ഇൻ ഫ്യൂച്ചറിലേക്ക് വേണ്ടി എന്തെല്ലാം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ നാലാമത്തെ പോയിന്റോടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? നാലാമത്തെ പോയിന്റോടെ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്ചേഞ്ച്. എന്താണ് എക്സ്ചേഞ്ച്? ദാറ്റ് ഈസ് ടൈറ്റിൽ പാസ് ചെയ്യുന്നത്. ഒരു ഗുഡ്സിന്റെയോ സർവീസിന്റെയോ ടൈറ്റിൽ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 ടൈപ്പ് ബേസിക് എക്കണോമിക് ആക്ടിവിറ്റിയാണ് നമുക്ക് ഇൻ ഫ്യൂച്ചർ സബ്ജക്റ്റുകളിൽ, അതായത് അങ്ങോട്ടുള്ള പ്ലസ് ടു കോമേഴ്സുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ള സബ്ജക്റ്റിലെല്ലാം കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഈ 4 ബേസിക് ആക്ടിവിറ്റികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ബേസിക് ആക്ടിവിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ദാറ്റ് ഈസ് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റികളെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഗുഡ്സും സർവീസും അല്ലെങ്കിൽ ഗുഡ്സും കൺസംഷനും എക്സ്ചേഞ്ചും ഇതെല്ലാം നടക്കുന്നത് ഏത് കൺട്രോളിലാണ് അല്ലെങ്കിൽ ഏത് മാനേജ്മെന്റിലാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. സോ അതുമായി ബന്ധപ്പെട്ട് ലോകമൊട്ടാകെ നമ്മൾ പഠിക്കുന്ന മെയിൻ ആയിട്ട് 3 ടൈപ്പ് എക്കണോമിക് ആക്ടിവിറ്റികളാണ് ഉള്ളത്. അതിൽ നമ്പർ 1 എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് എക്കോണമി, നമ്പർ 2 സെൻട്രലി പ്ലാൻഡ് എക്കോണമി, ആൻഡ് ലാസ്റ്റ് 1 മിക്സ്ഡ് എക്കോണമി. എന്താണ് നമുക്ക് ഓൺ ബൈ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് നമ്പർ? ഒന്നാമത്തിൽ എന്താ പറയുന്നത്? മാർക്കറ്റ് എക്കോണമി. എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം. ഇതൊരു എക്കണോമിക് സിസ്റ്റം തന്നെയാണ്. ഇത് സാധാരണ നമ്മൾ പറയുന്നത് പോലെ ഒരു എക്കണോമിക് സിസ്റ്റം തന്നെയാണ്. അവിടെ എന്താ നടക്കുന്നത്? വേർ ഓൾ ദ means of productions are under the ownership of private individuals. That is private individuals in the ownership goods, അതായത് പ്രൊഡക്ഷനും കൺസംഷനും ഡിസ്ട്രിബ്യൂഷനും എന്ത് തന്നെ നടന്നാലും ഇതിനെയാണ് നമ്മൾ മാർക്കറ്റ് എക്കോണമി എന്ന് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ വേറൊരു പേരിൽ അറിയപ്പെടും ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് നമ്മൾ ഇതിനെ അറിയപ്പെടാറുണ്ട്. സെക്കൻഡ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സെൻട്രലി പ്ലാൻഡ് എക്കോണമി. ദാറ്റ് ഈസ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് എക്കോണമിയാണ്. എന്താണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഇവിടെ പറയുന്നത്? ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം. ഇതും എന്താണ്? ഒരു എക്കണോമിക് സിസ്റ്റം തന്നെയാണ്. ഏത് രീതിയിലാണ് ഇവിടുത്തെ ഫങ്ഷൻസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നോക്കാം. വേർ ഓൾ ദ മീൻസ് ഓഫ് പ്രൊട്ടക്ഷൻസ് ആർ അണ്ടർ ദ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. ഒരു രാജ്യത്തിന്റെ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോളും മാനേജ്മെന്റും ആണെന്നുണ്ടെങ്കിൽ അത്തരം ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റിയാണ് നമ്മൾ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് അറിയപ്പെടുന്നത്. ഇതിലിവിടെ മൂന്നാമത്തെ എക്കോണമി എന്താ ഉദ്ദേശിക്കുന്നത്? മൂന്നാമത്തെ എക്കോണമി മിക്സ്ഡ് എക്കോണമി. മിക്സ്ഡ് എക്കോണമി ആ വേർഡ് മീനിങ്ങിൽ തന്നെ ഉണ്ട് മിക്സ്ഡ് എക്കോണമി. മിക്സ്ഡ് എക്കോണമി മീൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച, അതായത് മാർക്കറ്റ് എക്കോണമിയുടെ കുറച്ച് എലമെന്റുകളും അതുപോലെ തന്നെ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയുടെ എലമെന്റുകളും തമ്മിൽ മിക്സ് ചെയ്ത എക്കോണമിയാണ് മിക്സ്ഡ് എക്കോണമി എന്നറിയപ്പെടുന്നത്. നോക്കാം അതിന്റെ മീനിങ് എന്താ പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം as usual പറയുന്നത് പോലെ ഇതും ഒരു എക്കണോമിക് സിസ്റ്റം തന്നെയാണ്. where all the means of productions are under the ownership and control of
ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റിന്റെയും പ്രൈവറ്റിന്റെയും കൺട്രോളിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രൊഡക്ഷനും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ മിക്സ്ഡ് എക്കോണമി എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യം ഇന്ത്യ ഒരു മിക്സ്ഡ് എക്കോണമിക്ക് എക്സാമ്പിൾ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ബേസിക് എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 2 പോയിന്റ് അറിഞ്ഞിരുന്നാൽ മതി. ഒന്നെന്ന് പറയുന്നത് പ്രൈവറ്റ് പാർട്ടീസ്, രണ്ടെന്ന് പറയുന്നത് ഗവൺമെന്റ്, മൂന്നെന്ന് പറയുന്നത് മിക്സ്, ബോത്ത് പ്രൈവറ്റും ഗവൺമെന്റും ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് പോവുകയും ചെയ്യും. ഇങ്ങനെ 3 രീതിയിലുള്ള എക്കണോമിക് ആക്ടിവിറ്റിയാണ് പ്ലസ് ടു കോമേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.